ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നല്ല അടിപൊളി ചായക്കുള്ള പരിപ്പോട ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ പരിപ്പ് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു 2 മണിക്കൂർ വെള്ളത്തിലിട്ട് വയ്ക്കുകയാണ് ഞാൻ. ആ ഒരു ബ്രേക്കിനിടയ്ക്ക് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കണമല്ലോ. സോ ഞാനിപ്പം എൻ്റെ കയ്യിലൊതുങ്ങുന്നതിനനുസരിച്ചുള്ള ഉള്ളി ഞാൻ എടുത്തേക്കാണ്. ഈ ഉള്ളിയുടെ തൊലി ഇപ്പോൾ കളഞ്ഞെടുക്കുകയാണ്. അത് ജസ്റ്റ് ഒന്ന് സ്ലൈസായിട്ട് ഒന്ന് അരിയാണ്. അതിനുശേഷം ഒരു 4-5 പച്ചമുളക് എടുത്തിട്ട് അതും കട്ട് ചെയ്ത് വെക്കുകയാണ് ഞാൻ. പച്ചമുളകായാലും ഉള്ളിയായാലും എല്ലാം ടേസ്റ്റ് കൊടുക്കുന്ന സംഭവങ്ങളല്ലേ. അപ്പം കൊതിയായിട്ട് വയ്യ കേട്ടോ പരിപ്പോട കഴിക്കാനായിട്ട്. ഞാൻ പണ്ടേ പരിപ്പോട 2-3 പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കങ്ങനെ വല്ലാത്തൊരു റിസ്കി ആയിട്ടൊന്നും ഫീൽ ചെയ്തില്ല. ഞങ്ങൾ വീട്ടിലിടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ട്രൈ ചെയ്യാറുണ്ട്. എനിക്ക് അച്ഛനാണ് പറഞ്ഞു തന്നത് ആദ്യമായിട്ട് പരിപ്പോട ഉണ്ടാക്കാനായിട്ടും. കുറച്ച് നാൾ മുന്നേ ഞാനിത് ട്രൈ ചെയ്തിരുന്നു. അതിന് മുന്നും ചെറുതിലെ അച്ഛൻ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യാറുണ്ട്. അപ്പം നല്ല ടേസ്റ്റാണ്, നല്ല യമ്മിയാണ് വൈകിട്ടൊക്കെ കഴിക്കാനായിട്ട്. അതിനുശേഷം നമ്മൾ എടുക്കുന്നത് കുറച്ച് ഇഞ്ചിയാണ്. ഇഞ്ചി നല്ല ചെറുതായിട്ട് തിന്നായിട്ടാണ് അരിഞ്ഞു കൊടുക്കുന്നത്. ഇഞ്ചി എന്ന് പറയുമ്പോൾ എനിക്ക് ഇഞ്ചിയുടെ ഫ്ലേവർ അത്ര ഇഷ്ടമല്ല. പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇഞ്ചി എന്തായാലും വേണം, മസ്റ്റായിട്ടും വേണമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇഞ്ചിയും കൂടി ചേർക്കുകയാണ്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇവിടെ കിട്ടുന്ന കറിവേപ്പിലയാണ്. എൻ്റെ വീട്ടിലൊക്കെ ഒരുപാട് കറിവേപ്പിലുണ്ട്. അതുകൊണ്ട് നമുക്ക് സുഖമാണ്, വേണമെങ്കിൽ തന്നെ പുറത്തുനിന്ന് പോയി ഓടിപ്പോയി പൊട്ടിച്ചിട്ട് കറിയിലിടാം. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇത് വാങ്ങിച്ചുകൊണ്ട് വന്ന് ഫ്രിഡ്ജിൽ വെച്ച്, പക്ഷെ എന്നാലും നമ്മളത് ഒരു ഇതായി അതിൻ്റെ ആ ഒരു നല്ലൊരു ലുക്ക് പോകണ വരെ നമ്മളത് യൂസ് ചെയ്യും. നാട്ടിലെ കറിവേപ്പിലിൻ്റെ വിലയൊക്കെ നമ്മൾ അറിയുന്നത് ഇവിടെ വരുമ്പോഴാണ് കേട്ടോ. അതാണ് ഞാനിങ്ങനെ പാക്കറ്റിലുള്ള കറിവേപ്പില കാണിച്ചത്. ഇപ്പം ഞാനത് 2 തണ്ടെടുത്തിട്ട് ക്ലീൻ ആക്കിയിട്ട് പാത്രത്തിലോട്ട് മാറ്റാണ് നമുക്കിതിലോട്ട് ചേർക്കാനായിട്ട്. ഇപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. ആ സമയം നമ്മുടെ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മുടെ പരിപ്പും ഏകദേശം ആയിട്ടുണ്ട്. പരിപ്പൊന്നും കൂടി ഒന്ന് സെറ്റാക്കി ക്ലീനാക്കി എടുത്തതിന് ശേഷം ഞാൻ മിക്സിയിലിട്ടൊന്ന് അടിക്കാൻ പോവാണ്. അത് അരയ്ക്കുന്ന സമയത്തെന്ന് പറഞ്ഞാൽ ഒരു 2 പ്രാവശ്യം ഇങ്ങനെ അരയ്ക്കണം. അല്ലെങ്കിൽ ഫസ്റ്റ് അരയ്ക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ഇത് അങ്ങോട്ട് കറക്റ്റായി വരണമെന്നില്ല. രണ്ടാമത് അരയ്ക്കുമ്പോഴും എല്ലാം ഒന്നും നന്നായി ഒന്നും അരയണമെന്നില്ല. പക്ഷെ എന്നാലും നമ്മൾ കഴിക്കുമ്പോൾ ആ ഒരു കടി തോന്നണമല്ലോ. അതുകൊണ്ട് കടിക്കുമ്പോൾ ഒരു ഭയങ്കര മിക്സായിരുന്നാലും ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ 2 പ്രാവശ്യം ആണ് ഇത് അരയ്ക്കുന്നത്. അങ്ങനെ നമ്മുടെ പച്ചമുളകും ഉള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നന്നായി എൻ്റെ കൈ കൊണ്ട് തന്നെ ഞാനിങ്ങനെ ഇളക്കി മിക്സാക്കുകയാണ്. കറിവേപ്പിലൊക്കെ 2 സ്ലൈസാക്കി ഞാനിങ്ങനെ ചീന്തി ഇടാണ്. അപ്പോഴല്ലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമ്മൾ കുറച്ച് ഉപ്പ് ചേർക്കുകയാണ്. ഉപ്പിൻ്റെ കാര്യത്തിൽ എപ്പോഴും ഞാൻ കുറച്ച് ഉപ്പ് ഇടാറുള്ളൂ. പിന്നെ ഇവിടെ നമുക്ക് ടേസ്റ്റ് ഉപ്പ് നോക്കാനൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട്, അമ്മയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു രീതിക്ക് അങ്ങോട്ട് ഉപ്പിടാണ്. പിന്നെ ഉപ്പ് കൂടി നിൽക്കണമെന്നുള്ളത് ഉപ്പ് കുറഞ്ഞ് ആണല്ലോ. കൂടി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഉപ്പ് കഴിക്കുന്നൊരു ഫീല് വരും. അതുകൊണ്ട് കുറച്ച് തന്നെ ഞാൻ ഇടുന്നതും. അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് നമ്മൾ നോക്കിയിട്ട് ഇടാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ചൊന്ന് തിളച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഞാൻ. എണ്ണ അധികം നമ്മൾ കഴിക്കുന്നത് നല്ലതല്ല, പക്ഷേ പരിപ്പുവടയിലൊക്കെ എണ്ണ വേണ്ടേ. പിന്നെ നമ്മുടെ കയ്യിലിപ്പം വറ്റൽമുളകില്ല, അതുകൊണ്ട് തന്നെ കുത്തുമുളകാണ് നമ്മളിടുന്നത്. അപ്പം ഞാൻ കുറച്ച് കുത്തുമുളക് ഇട്ടിട്ടുള്ളൂ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഞാൻ നന്നായി എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുത്ത് ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ റൗണ്ടാക്കുകയാണിത്. ഞാനിങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. ആദ്യം ഒന്ന് റൗണ്ടാക്കി നല്ല ഉരുട്ടിയിട്ട് ജസ്റ്റ് കൈ കൊണ്ട് തന്നെ പ്രസ് ചെയ്യും. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുള്ളൂ. അത് ചില സമയത്ത് മോശം രീതിയിലാവാറുണ്ട്, ചില സമയത്ത് നല്ല ഭംഗിയിൽ വരാറുണ്ട്. അപ്പം നമ്മളെപ്പോഴും ഇത് ചെയ്യുന്നില്ലല്ലോ, ഇടയ്ക്കൊക്കെയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് എപ്പോഴും ചെയ്യാത്തതുകൊണ്ട് അത്ര നല്ല രീതിയിലാവണം എന്നില്ല ചില സമയങ്ങളിൽ.
അപ്പുറത്ത് ഓയിൽ തിളച്ച് വരുന്നതുകൊണ്ട് ഞാനിങ്ങനെ ഓരോന്ന് റൗണ്ടാക്കി സെറ്റാക്കിയിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഒരു 5 എണ്ണം ഇട്ടു, എന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ആദ്യം സിമ്മിലിടും, എന്നിട്ട് കുറച്ചൊന്നും ആകുമ്പോൾ കുറച്ചുകൂടി തീ കൂട്ടിയിടും, എന്നിട്ട് പിന്നെ അത് നന്നായി ഇതാകുമ്പോൾ കുറച്ചും കൂടി ഒന്ന് വെവ്വട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെയും സിമ്മിലിടും. അങ്ങനെ മാറ്റി ഇട്ടിട്ട് നമ്മളിത് ഫ്രൈ ചെയ്യാൻ തുടങ്ങുകയാണ്. നമ്മൾ പരിപ്പോട സെറ്റായി വന്നിട്ടുണ്ട്. ചായ സമയമായി ഇവിടെ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. പരിപ്പോട ഇനിയും ട്രൈ ചെയ്ത് നോക്കാത്തവർ ട്രൈ ചെയ്യുക, എന്നിട്ട് ചായക്കൊക്കെ കഴിച്ച് നോക്കുക. വേറെ അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ പിന്നെയും വരാം. അതുവരേക്കും ബൈ ബൈ.